ഹലോ കൂട്ടുകാരെ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ കയ്യിൽ ഈ ഒരു പഴയ സാരി ഉണ്ട്. അപ്പോൾ ഈ ഒരു പഴയ സാരി വെച്ച് നമ്മളൊരു ഫ്രോക്ക് തയ്ക്കാൻ തീരുമാനിച്ചു. അപ്പം പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. സാരി കണ്ടപ്പോഴത്തേക്കും നമുക്കൊരു ഫ്രോക്ക് തയ്ക്കാനായിട്ട് തോന്നി. അപ്പോൾ അതിന് ചേരുന്ന ഒരു ലൈനിങ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ലൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ക്രേപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് സാരിയുടെ ഫുൾ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ മുന്താണി ഭാഗത്ത് ഇതുപോലെ ചെറുതായിട്ടൊരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്നതാണ്, നമ്മൾ അടയാളപ്പെടുത്തുമ്പം ലൈനിങ്ങിൽ അടയാളപ്പെടുത്തിയിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലതും. അതുപോലെ തന്നെ എങ്ങാനും നിങ്ങൾക്ക് തെറ്റിപ്പോകുവാണെങ്കിൽ, തുടക്കക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, അപ്പോൾ തെറ്റിപ്പോവുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും അങ്ങനെ ലൈനിങ്ങിൽ അടയാളപ്പെടുത്തിയിട്ട് ചെയ്യുന്നത്. പിന്നെ സ്കേർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം അമ്പർല രീതിയിലാണ്, അതായത് കംപ്ലീറ്റ് അമ്പർല ഇല്ലെങ്കിൽ വിരിവുള്ള ടോപ്പല്ല നമ്മൾ തയ്ക്കുന്നത്. എന്നാൽ എ ലൈൻ പോലെ വിരിവ് കുറവുമല്ല നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് പ്ലീറ്റഡ് ഫ്രില്ല് വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കുട്ടി പീസ് കട്ട് ചെയ്തെടുത്ത് മാറ്റിയേക്കുന്നത്. ഏകദേശം ഒരു 10 ഇഞ്ച് ഇറക്കമൊക്കെ വരുന്ന രീതിയിലാണ് നമ്മൾ ആ പീസ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ സ്ലീവ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ നമ്മൾ ഇതുപോലെ അമ്പർല സ്ലീവ് നമ്മൾ വെച്ചിട്ടില്ല. അപ്പോൾ ഡബിൾ ലെയറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ ഫൈനൽ ലുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്തൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ സ്കേർട്ടിനും ലൈനിങ്ങും വെക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇറക്കത്തിൽ തന്നെ നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ കഴുത്തൊക്കെ നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ക്യാൻവാസിലാണ്. അപ്പം ഇതൊരു ഷിഫോൺ മെറ്റീരിയൽ തുണിയാണ്. അപ്പോൾ ഇതുപോലത്തെ തുണിയൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ക്യാൻവാസ് നെക്കി വെക്കുമ്പോഴായിരിക്കും കുറച്ച് പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ലൈനിങ് തുണിയിലാണ് നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്ത് നമ്മൾ തേച്ചെടുത്ത് പിടിപ്പിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് റൂം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഫുൾ അലങ്കോലപ്പെട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് തയ്ക്കാൻ തുണി വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം കഴിഞ്ഞില്ലേ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും നമ്മൾ തയ്ക്കാനായിട്ട് ഇറങ്ങുന്നത്. കാരണം നിങ്ങൾക്കറിയാം, എനിക്കൊരു കുഞ്ഞു മോനുണ്ട്. അപ്പം അവനെ നോക്കി അതുപോലെ തന്നെ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ മാക്സിമം സമയം ഞാൻ അവൻ ഉറങ്ങിക്കഴിയുമ്പോഴായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് തലേ ദിവസമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതിനുശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓടി വന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യോക്കിൻ്റെ ബാക്കിൽ നമ്മൾ റൗണ്ട് നെക്കും അതുപോലെ തന്നെ ഫ്രണ്ടിൽ വി നെക്കുമാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ച് പ്ലാൻ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തപ്പോൾ ഈ ഒരു ഷേപ്പിന് കട്ട് ചെയ്താൽ കൊള്ളായിരിക്കുമോ എന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ തന്നെ ചെയ്തെടുത്തു. അപ്പോൾ നമ്മളിവിടെ കൈത്തയ്യൽ ചെയ്യുന്നില്ല, കംപ്ലീറ്റ് നമ്മൾ ക്യാൻവാസ് ആണെങ്കിലും കണ്ടില്ല ഇങ്ങനെ പുറത്തുകൂടെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില തുണിക്കൊക്കെ നമുക്ക് അത്ര ഭംഗി തോന്നത്തില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ അടിച്ചെടുക്കാതെ കൈത്തയ്യൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഫ്രണ്ടിൽ വീനക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീനക്ക് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വേണേൽ വിരിവ് കുറച്ച് തയ്ക്കാം. വിരിവ് കുറച്ചിട്ട് നമുക്ക് ഇറക്കം കൂട്ടിയാണേലും കട്ട് ചെയ്തിട്ട് നമുക്ക് തയ്ക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി വിരിവിൽ അത്യാവശ്യം ഇറക്കത്തിനുമാണ് നമ്മളിവിടെ ഫ്രണ്ടിൽ കഴുത്ത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മളത് ക്യാൻവാസ് അകത്തോട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ പതിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണേൽ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉൾഭാഗം നമുക്ക് കൈത്തയ്യൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ സൈഡ് വഴിയൊക്കെ നമ്മുടെ സ്ലീവ് ഒരുമിച്ചിരിക്കാനായിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അഴിച്ച് കളയാം, ഇല്ല അത് അതുപോലെ തന്നെ ഇരുന്നാലും കുഴപ്പമില്ല. അത് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ തയ്ച്ച ആ തയ്യലിൻ്റെ ആ ലൈൻ ഉണ്ടല്ലോ, ആ നൂലിൻ്റെ വര, അത് കാണാത്ത വിധം വേണം അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഷേപ്പിനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ചെറിയ 2 ടക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ നമ്മൾ ടക്ക് വെക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിലും ടക്ക് വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്, കുറച്ചും കൂടെ ഷേപ്പിനിരിക്കും. അപ്പം വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമ്മളിവിടെ ഈ ടോപ്പിന് അങ്ങനെ വെച്ച് കൊടുക്കുന്നില്ല. പിന്നെ നമ്മളെ ടോപ്പിൻ്റെ അടിഭാഗത്ത് ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസാണ് കട്ട് ചെയ്തെടുത്തിരുന്നത്. അതെല്ലാം കൂടെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ അത് കൂട്ടിയടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നൂല് പൊട്ടിപ്പോകുന്നു, അടിനൂല് പൊട്ടിപ്പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അഴിച്ച് നൂലെല്ലാം കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്ക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും അടിഭാഗത്തെ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു തുണികളായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന തുണിയെല്ലാം കൂട്ടിയടിച്ചെടുത്തേക്കുന്നതാണ്. അതിൻ്റെ അടിഭാഗം നമ്മൾ ഇതുപോലെ ഫുള്ള് മടക്കിയടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മടക്കിയടിച്ച് തീർന്നപ്പോഴത്തേക്ക് വീണ്ടും അടിനൂല് പൊട്ടി. അപ്പം
കുറച്ച് ദിവസമായി നമ്മുടെ മെഷീൻ ക്ലീൻ ചെയ്യാതെ, അതുകൊണ്ടാണ് നമ്മുടെ ആ നൂലങ്ങനെ പൊട്ടിപ്പോകുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്ത് ഓയിലിടണമെന്ന് നമ്മൾ ഇതിന് മുൻപത്തെ വീഡിയോസിലൊക്കെ പറയുന്നതാണ്. പക്ഷേ നമ്മുടെ സമയം ഷോർട്ടേജ് കാരണമാണ് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാത്തത്. അപ്പം നമ്മൾ കറക്റ്റ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഇല്ല പാവാടയുടെ വിരിവ് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ നമ്മളത് കറക്റ്റ് അളവിൽ തന്നെ നമ്മുടെ പ്ലീറ്റ്സ് ഇട്ട് വേണം എടുക്കാനായിട്ട്. കൂടിയും പോകരുത്, കുറഞ്ഞും പോകരുത്. അപ്പം നമ്മളത് കൂട്ടിയടിച്ച് നമ്മുടെ സ്കേർട്ടിൻ്റെ മെയിൻ തുണിയുമായിട്ട് അടിച്ചെടുത്തുമ്പോൾ ഇതേപോലെയാണ് കിട്ടുന്നത്. ഇനി നമുക്കിത് നമ്മുടെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നല്ലോ, അപ്പോൾ ലൈനിങ്ങിൻ്റെ അടിഭാഗവും മടക്കിയടിക്കണം. അത് രണ്ടും നമുക്ക് ഒരുപോലെ മുകൾ ഭാഗം ഒരുമിച്ച് വെച്ചതിന് ശേഷം കൂട്ടിയടിച്ചതിന് ശേഷം അത് യോക്കി കൊണ്ട് പിടിപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ട്രൈപോഡൊക്കെ വെച്ചാണ് നമ്മുടെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സ്ലീവ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് പരീക്ഷിച്ചേക്കുന്നത്. അപ്പം ഇതും ഞാൻ തന്നെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഫേസ് മാക്സിമം കിട്ടുന്ന രീതിയിലാണ് വെച്ചത്, പക്ഷേ നമുക്ക് മുഖം കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ സ്ലീവിൻ്റെ അടിയിൽ നമ്മൾ ചെറുതായിട്ടൊരു കുട്ടി സ്ലീവും കൂടെ വെക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷനിലാണ്. സ്ലീവ്ലെസ് ഒക്കെ ഇടാത്തവർക്കാണ് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതുവരെ അങ്ങനെ ഇടാത്തത് കൊണ്ടാണ് നമ്മളൊരു കുഞ്ഞു സ്ലീവ് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ അടിയിൽ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അമ്പർല രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ. അപ്പോൾ അത് ഇൻ്റർലോക്കും കൂടെ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഭംഗി കിട്ടത്തുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ടോപ്പ് കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റിലൂടെ പറയണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.